നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. കാനഡയിലെയും അമേരിക്കയിലെയും പ്രവാസി മലയാളികൾക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സുപ്രധാന സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കാനഡയിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ചൈനയുമായി ഡ്രോപ്പ് ഓഫ് പോർട്ട് കരാർ സ്ഥാപിച്ചാൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും 100% തിരിവ് ചുമത്തുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയായി നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇവിടെ കാനഡയിൽ ജീവിക്കുന്ന നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം അമേരിക്കയുമായി ഇഴചേർന്ന് കിടക്കുന്നതാണെന്ന്. കാനഡയുടെ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്കാണ് പോകുന്നത്. ചൈനയുമായുള്ള കാനഡയുടെ വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയാണ് അമേരിക്ക ഇപ്പോൾ ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന, ബിസിനസ് നടത്തുന്ന നമ്മളെപ്പോലുള്ള പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഈ നീക്കം നടപ്പിലായാൽ കാനഡയിലെ ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും വലിയ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാനഡയിലെ പല പ്രമുഖ കമ്പനികളിലും IT മേഖലയിലും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഇത് തൊഴിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടാക്കുന്നു. കാനഡയുടെ സാമ്പത്തിക അടിത്തറ ഇളകിയാൽ അത് ഇവിടുത്തെ നികുതി സംവിധാനത്തെയും ജീവിത ചെലവിനെയും നേരിട്ട് ബാധിക്കും. ഇതിനോടകം തന്നെ കാനഡയിൽ വീട്ടുവാടകയും ജീവിത ചെലവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാപാര യുദ്ധങ്ങൾ സാധാരണയായ പ്രവാസികളുടെ കുടുംബ ബജറ്റിനെ തകർക്കും. നമുക്കറിയാം, കാനഡയിലെ ഇന്ത്യൻ സമൂഹം ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനമുള്ളവരാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഈ പുതിയ സമ്മർദ്ദം കൂടി കടന്നു വരുന്നത്. ചൈനയോടുള്ള കാനഡയുടെ സമീപനം മാറ്റാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോൾ അത് കാനഡയുടെ ആഭ്യന്തര നയങ്ങളെയും ബാധിക്കും. ഇത് കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളിലും തൊഴിൽ വിപണിയിലും മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ഭരണകൂടം കാനഡ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം സങ്കീർണമാണ്. കാനഡയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് കാനഡയുടെ സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ്. എന്നാൽ ഭൗമരാഷ്ട്രീയ തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ കാനഡയോടുള്ള അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് ഇന്ത്യക്ക് ചില അവസരങ്ങളും വെല്ലുവിളികളും നൽകുന്നുണ്ട്. കാനഡയിൽ നിന്ന് ചൈനീസ് നിക്ഷേപങ്ങൾ കുറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇവിടെ കൂടുതൽ ഇടം നൽകിയേക്കാം. നമ്മൾ ഇവിടെ താമസിക്കുന്ന മലയാളികൾ ഈ മാറ്റങ്ങളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നിക്ഷേപങ്ങൾ, തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ, പുതിയതായി വരാനിരിക്കുന്ന നികുതി പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങളാണ്. കാനഡ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാൽ അത് നമ്മുടെ നാട്ടിലേക്കുള്ള പണമൊഴുക്കിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ താരിഫ് ഭീഷണി വെറും വാക്കല്ല, മറിച്ച് നമ്മുടെ പ്രവാസി ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. വരും ദിവസങ്ങളിൽ കാനഡ സർക്കാർ ഈ ഭീഷണിയെ എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിക്കും നമ്മുടെ ഭാവി ജീവിതം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.